നേതാക്കളുടെ സംഘടന അമ്മയെ ആര് നയിക്കുമെന്ന് ഇന്നറിയാം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെയാണ് അമ്മയിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള തെരഞ്ഞെടുപ്പെന്നും ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്നും മോഹൻലാൽ. നമ്മുടെ മെമ്പേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന ആണ് എന്റെ വിശ്വാസം. തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് സ്ഥാനാർത്ഥികൾ. മത്സരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര വിജയപ്രതീക്ഷയാണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു സംഘടനയ്ക്ക് വേണ്ടി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ചെയ്യാത്ത ചില കാര്യങ്ങൾക്കൊക്കെ എന്നെ വെറുതെ കരുവാരി തേച്ച് ഞാൻ അങ്ങനെയൊക്കെ ഇത്രയും ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും പറയാൻ ഞാൻ ഇലക്ഷനിൽ നിൽക്കില്ല. തന്റെ പത്രിക മനഃപൂർവ്വം തള്ളിയതാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം മനസ്സിലാകുമെന്നുമായിരുന്നു ജോയ് മാത്യുവിന്റെ പ്രതികരണം. പത്രിക തള്ളിച്ചതാ, ഞാൻ എക്സിക്യൂട്ടീവ് മത്സരിക്കുന്നുണ്ടല്ലോ. 4 മണിയോടെയായിരിക്കും അന്തിമ ഫലം പുറത്തുവരിക. ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം. രവീന്ദ്രനും കുക്കു പരമേശ്വരനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 24 കൊച്ചി. വോട്ടെടുപ്പ് 1 മണിക്ക് പൂർത്തിയായിട്ടുണ്ട്. 296 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 4 മണിയോടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഈ വോട്ടെണ്ണൽ എപ്പോഴായിരിക്കും തുടങ്ങുക? വിജയകുമാർ, താരസംഘടന അമ്മയുടെ തലപ്പത്തേക്ക് ആരെന്നുള്ള നിർണായകമായ ചോദ്യത്തിന് ഉത്തരം 4 മണിയോടുകൂടി ലഭിക്കും. 4 മണിക്കായിരിക്കും വാർത്താ സമ്മേളനം നടക്കുക. ആകെ 506 അംഗങ്ങളുള്ള സംഘടനയിൽ 298 വോട്ടുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവസാനത്തെ വോട്ട് നടൻ ഗിന്നസ് ബക്രുവിൻ്റെതായിരുന്നു. 1 മണിവരെയായിരുന്നു തെരഞ്ഞെടുപ്പ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് 1 മണിയോടുകൂടി അവസാനിച്ചു. പ്രധാനപ്പെട്ട താരങ്ങളായ കുഞ്ചാക്കോ ബോബനും ടൊവിനോ തോമസ് തുടങ്ങിയ താരങ്ങളൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാദ വിഷയങ്ങളുള്ള പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരുന്നു. ആരോപണ വിധേയർ മത്സരിക്കരുതെന്നുള്ള ആദ്യഘട്ടത്തിൽ ഉള്ള ഒരു ആരോപണത്തിലായിരുന്നു ബാബുരാജ് നാമനിർദ്ദേശ പത്രിക അടക്കം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇന്ന് ബാബുരാജിന്റെ പ്രതികരണം വന്നു. ആരോപണം തെളിഞ്ഞാൽ അഭിനയം നിർത്തുമെന്നാണ് ബാബുരാജ് ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടി വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും. അതിനുശേഷം 3:30 കൂടിയിട്ട് വോട്ടെണ്ണൽ പൂർത്തിയാകും. 4 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഭരണാധികാരിയുടെ നേതൃത്വത്തിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാശിയേറിയ പോരാട്ടമാണ് നടന്നതെന്നാണ് ഇവിടെയുള്ള താരങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി പരിഹാരമാകുമെന്നും ഐക്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുമെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കി. എന്തായാലും അമ്മയുടെ തലപ്പത്തേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരം 4 മണിയോടുകൂടി വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 4 മണിക്കാണ് വാർത്താ സമ്മേളനം. ഈ താരസംഘടനയെ ഇനി ആര് നയിക്കുമെന്ന് അപ്പോഴറിയാം.